വിജയുടെ നമസ്കാരം. നമസ്കാരം. വിജയുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപിനെ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. ഇന്ത്യ ജാഗ്രതയോടുകൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ പുറത്തുവിട്ടത്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ക്രൂഷ്യൽ ആയിട്ടുണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന നാട് ഡൊണാൾഡ് ട്രംപ് തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ പിടിക്കും, പക്ഷെ ഇപ്പം ഞാൻ പിടിക്കുന്നില്ല. തൽക്കാലത്തേക്ക് അതിന്റെ വിഷയം ഞാൻ അവധിക്ക് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നേരെ പോകുന്നത് ഇറാനടുത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ആ ദ്വീപിലാണ്. ആ ദ്വീപ് തേടി ഞാൻ വരുന്നുണ്ട് എന്ന് പറയുകയാണ്. നേരത്തെ തന്നെ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനെ, അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലുകളിൽ ഒന്നിനെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അത് ഇന്ന് ടെഹ്റാന്റെ തീരത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്കത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ അവതാർ സിനിമ ഉണ്ടല്ലോ, അവതാർ സിനിമയിൽ ഏറ്റവും അവസാനം ക്ലൈമാക്സിൽ അവരുടെ ആ ഒരു ഗ്രഹം ആക്രമിക്കാനായിട്ട് വലിയ പടക്കപ്പലുകളൊക്കെ ആയിട്ട് വില്ലന്മാരിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതുപോലെയാണ് ഇവർ ഈ ചിത്രം പുറത്തു വിട്ടിരിക്കുന്നത്. ഈ എബ്രഹാം ലിങ്കനകത്ത് 100 യുദ്ധവിമാനങ്ങൾ, ആണവ പോർമുനകൾ ഇതെല്ലാം വഹിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ ടെഹ്റാൻ വലിയ രീതിയിലുള്ള ജാഗ്രത എടുത്തിട്ടുണ്ട്, മിസൈലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോ ഒരു മധ്യേഷ്യ വീണ്ടും ഒരു കലുഷിതാവസ്ഥയിലേക്ക് പോവുകയാണ്. പക്ഷെ ഇത്തവണ ആ മധ്യേഷ്യ കലുഷിതാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്കും അതിൽ ആശങ്കപ്പെടേണ്ടതായിട്ട് പലതും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഡീഗോ ഗാർഷ്യ അമേരിക്ക പിടിക്കുമോ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് ഏത് രീതിയിലാണ് ഇന്ത്യ അഫക്ട് ചെയ്യുക? ഇന്ത്യ ഇടപെടുമോ ഈ കാര്യത്തിൽ? ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ കേരളത്തിൽ അധികം പേര് ഇത് ചർച്ച ചെയ്ത് ഞാൻ കണ്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതുവരെ ലോകത്ത് നടന്ന കാര്യങ്ങളൊന്നും ഇന്ത്യക്ക് ഒരു റോൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് അത് ശ്രദ്ധിക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഈ ദ്വീപ്, അല്ലെങ്കിൽ ചഗോസ് ദ്വീപ് സമൂഹത്തിന്റെ ഭാഗമായ ഈ ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രദേശമാണ്. കാരണം നമ്മുടെ രാജ്യവുമായി 1770 കിലോമീറ്റർ മാത്രം അകലെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മിസൈലിന്റെ ദൂരപരിധിക്കുള്ളിലാണിത്. അപ്പോ അവിടെ ഓൾറെഡി ഈ ദ്വീപ് മൗറീഷ്യസിന്റെയാണ്. മൗറീഷ്യസിന് ബ്രിട്ടൻ ഈ പണ്ട് ഈ സാമ്രാജ്യത്വ ശക്തി ആയിരുന്നുകൊണ്ട് എല്ലായിടവും അവർക്ക് സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു, കോളനികളുണ്ടായിരുന്നു. സാമ്രാജ്യം എന്നല്ല, കോളനികളുണ്ടായിരുന്നു. ആ കോളനിയുടെ ഭാഗമായിട്ടാണ് ഇത്. അങ്ങനെ ഈ ദ്വീപ് പിടിച്ചു കഴിയുമ്പോൾ 1960 എത്തുമ്പോൾ ഈ അമേരിക്കയും ബ്രിട്ടനും കൂടെ ചേർന്നിട്ട് ഈ ദ്വീപിലുള്ള ചഗോസ് നിവാസികൾ, ആദിമ നിവാസികളാണ് ഇവർ, ഈ ഗോത്രവർഗക്കാരാണ്. അവരെ അടിച്ചോടിച്ചുകൊണ്ട് അത് പിടിച്ചെടുത്ത് അവിടെ ഈ അമേരിക്കയും ബ്രിട്ടനും എല്ലാം ചേർന്നിട്ട് അവരുടെ വ്യോമത്താവളം B-2 ഒക്കെ ഉണ്ട്. അവരുടെ ബോംബർ വിമാനം B-2 അവിടെ ലാൻഡ് ചെയ്തിട്ട് ഉള്ളതാണ്. അങ്ങനത്തെ ഒരു വ്യോമത്താവളമാണ്. അതുപോലെ തന്നെ ആണവ ആയുധങ്ങൾ മറ്റുള്ളതൊക്കെ സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാക്കി അത് മാറ്റി. അവരുടെ വ്യോമത്താവളങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ തർക്കങ്ങൾ കുറച്ച് ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞപ്പോൾ ഇത് മൗറീഷ്യസിന് തന്നെ തിരിച്ചു കൊടുക്കാം എന്നൊരു കരാറിലേക്ക് ഈ പറയുന്ന ബ്രിട്ടൻ എത്തുന്നു. അമേരിക്ക അന്ന് കൈയടിച്ചതാണ് ഇതിന്. കൊള്ളാം, നല്ല മനസാക്ഷി, നല്ല സ്വഭാവം, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞതാണ്. ഒരു വർഷം മുമ്പായിരുന്നത് ആലോചിക്കണം, 2025 പുള്ളി ഇപ്പൊ മലക്കം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നാറ്റോയിലെ ഒരു ബുദ്ധികെട്ട തീരുമാനം, ഒരു രാജ്യത്തിന്റെ ബുദ്ധികെട്ട തീരുമാനം എന്നാണ് പറയുന്നത്. ഈ മൗറീഷ്യസിലേക്ക് പോകുമ്പോഴും ഈ കരാറിൽ ഒരു കാര്യം പറയുന്നുണ്ട്. 99 വർഷത്തേക്ക് പാട്ടക്കാലാവധി ഈ അമേരിക്കയുടെ ബ്രിട്ടന്റെയും ഒക്കെ ഈ സൈന്യത്താവളം അവിടെ നിലനിർത്തണമെന്ന് പറയുന്നുണ്ട്. അതായത് അവർക്ക് കൊടുത്താലും ഇതുണ്ടാകും. ഇതിനിടയിൽ നമ്മളും കൊണ്ട് കുറെ പൈസ മുടക്കി. നമ്മുടെ പ്രശ്നം ചൈനയായിരുന്നു. ഈ ഇന്ത്യ പസഫിക് മേഖലയിലെ ചൈനയുടെ കടൽ വഴിയുള്ള മുന്നേറ്റത്തെ തടയിടുന്നതിന് വേണ്ടി നമ്മൾ മൗറീഷ്യസുമായിട്ട് നല്ല ബന്ധത്തിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രിയൊക്കെ ഇവിടെ വന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. മോദി ഈ ആസിയാൻ രാജ്യങ്ങളുടെ ഭാഗമായിട്ട് അവിടെ പോവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇവർക്കൊരു ഉപഗ്രഹവും കൊടുത്തിട്ടുണ്ട്. $360 മില്യൺ ഇതിന്റെ ഒരു പരിരക്ഷയ്ക്കൊക്കെ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു $80 മില്യൺ കൂടെ നമ്മളവിടെ മുടക്കിയിട്ടുണ്ട്. നമുക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നിപ്പോ ഇതാണ് നമ്മൾ പ്രത്യക്ഷത്തിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നാളെ ഈ ദ്വീപ് ഇവരുടെ ഭാഗമാകുമല്ലോ. ഇപ്പൊ ഒരു മുഴ മുന്നേ എറിഞ്ഞിട്ടു എന്നുള്ളത് കൂടെ നമുക്ക് പറയാം, നമ്മളെ ചേർത്ത് നിർത്തുന്നു അവരെ. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ കൊടുത്തത്. ഇതാണ് കാരണം. നമ്മൾ അങ്ങനെ ഒരു പൈസ മുടക്കുകയും അവരുടെ ഈ ഉപഗ്രഹ സംവിധാനത്തിന് സഹായം ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണമല്ലോ. വെറുതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇതാണ് അതിന്റെ ലക്ഷ്യം. ഇനി ഇതിന്റെ ഒരു പ്രാധാന്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ദ്വീപ് സമൂഹത്തിൽ നിന്ന് ഇറാൻ, ഇറാഖ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് ഫുള്ള്, ഇന്ത്യ, ചൈന എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് അമേരിക്കയ്ക്ക് ആക്രമണം അഴിച്ചിടാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് ഒരു സേഫ് ലാൻഡിങ് സെന്റർ ആയിട്ട് അത് മാറുന്ന ഒരു കാഴ്ചയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മലാക്ക കടലിടുക്കിന് അടുത്താണ്. മലാക്ക കടലിടുക്കിനെ കുറിച്ചുള്ള പ്രാധാന്യം മുമ്പ് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്.
ഈ മലാക്ക കടലിനടുത്താണ് ഈ മലാക്ക പെൻസുലയ്ക്കും ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയ്ക്കും ഇടയിലാണിത്. മലാക്ക കടലെടുക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ അന്തർവാഹിനികളും മറ്റും വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇതൊരു 920 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു കടൽപ്പാതയാണ്. ഇതുവഴി വലിയ തിരക്കുള്ളൊരു കടൽപ്പാതയാണ്. ഈ ചരക്ക് നീക്കം ഏറ്റവും കൂടുതലാണ്. കാരണം ഈ ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടലിലേക്ക് ഉള്ള ഒരു കവാടമാണിത്. ഇതിനടുത്താണ് ഈ ദ്വീപ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് മറ്റൊരു വിഷയം. അപ്പോ ഇത് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന ചില രാജ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയും ചൈനയും തന്നെയാണ്. പിന്നെ സ്വാഭാവികമായി ഇറാനും ഇറാഖും ഒക്കെ ഈ അമേരിക്കയുടെ റഡാറിൽ കിടക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അവരെപ്പോഴും ആക്രമിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അപ്പൊ ബ്രിട്ടനോട് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കൊടുക്കരുത് എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഗ്രീൻലാൻഡിൽ പുള്ളി ഡെൻമാർക്കിനോട് പറയുന്നു അത് എത്രയും പെട്ടെന്ന് ഇങ്ങ് വിട്ടുതരൂ എന്ന് പറയുന്നു. ഇവിടെ വരുമ്പോൾ പറയുന്നത് നിങ്ങൾ ഇത് കൊടുക്കരുത്. അതായത് ഒറ്റ വർഷം കൊണ്ട് പുള്ളി മലക്കം പറഞ്ഞിരിക്കുകയാണ് ഈ കേസിൽ. പക്ഷെ മൗറീഷ്യസ് ബ്രിട്ടൻ ഇപ്പോഴും അതിനകത്തൊരു നിലപാടൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ബ്രിട്ടൻ കൊടുക്കുമ്പോഴും 99 വർഷത്തേക്ക് സൈന്യത്തോടെ അവിടെ നിർത്തണമെന്നുള്ളതാണ്. ഈ ദ്വീപ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്കും അവിടെ ചില ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് അനുവദിക്കാമെന്ന് മൗറീഷ്യസ് സർക്കാർ ഇന്ത്യ അറിയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ മൗറീഷ്യസിന്റെ അടുത്ത് ഇരിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് സേഫ്. അതല്ലാതെ അമേരിക്ക അവിടെ വരുന്നത് നമ്മളെ സംബന്ധിച്ച് സേഫ് അല്ല. ഇത് നമ്മളെ സംബന്ധിച്ച് സേഫ് എന്ന് പറയുമ്പോൾ ഞാൻ ആ ദ്വീപിന്റെ മാപ്പ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഇതിൽ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ സുഗമമായിട്ട് ആക്രമണം അഴിച്ചുവിടാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യയാണ്. ഈ ദ്വീപ് ശ്രീലങ്കയുടെ തൊട്ടടുത്താണ് ഈ ദ്വീപ് കിടക്കുന്നത്. നമ്മുടെ ഇന്ത്യ താണ്ട കിടക്കുന്നു. അതിൻ്റെ താഴെ ഈ ദ്വീപ് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ താഴെ ദ്വീപ്, ആ റെഡ് ഡോട്ട്. ഇന്ത്യ വളരെ തൊട്ടടുത്താണ്. അതിനും എത്രയോ മുകളിലാണ് ഇറാൻ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതല്ലേ? ഇത് നമുക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ ബിജുചേട്ട അരിഹന്തിനെയൊക്കെ അഴിച്ചുവിട്ട് ആ മലാക്ക കടലിടുക്കിനടുത്ത് നമ്മൾ ആണവ കോട്ട തന്നെ നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഇത്രയും ഈ പോർഷൻ ഉണ്ടല്ലോ, അതാ ഈ ശ്രീലങ്ക അടക്കമുള്ള ആ അത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫുൾ കൺട്രോളിൽ ഇരിക്കുന്ന ഒരു പോർഷനാണ്. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ തന്നെ എത്രയധികം വാർത്ത കൊടുത്തിട്ടുണ്ട്. ഈ റേഞ്ച് എല്ലാം നമ്മുടെ ബ്രഹ്മോസ് മിസൈലിനകത്താണ്. ഈ ബ്രഹ്മോസ് മിസൈലിനെ പിടിക്കാൻ പറ്റുന്ന റേഞ്ചിനകത്താണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ശക്തി പ്രകടനം ഈ ഒരു സാഹചര്യത്തിൽ കാണിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി പ്രകടനം ഇന്ത്യ കാണിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അമേരിക്ക ഭയന്ന് നമ്മൾ കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ടോ ഇപ്പോൾ? ഇതിനകത്ത് 2-3 വിഷയങ്ങളുണ്ട് ദർശൻ. ഒന്ന്, നിലവിൽ ഈ ഡിഗോ ഗാർഷ്യയിൽ അമേരിക്കയ്ക്ക് സൈനിക താവളമുണ്ട്, നിലവിലുണ്ട്. അവരുടെ ബോംബർ വിമാനങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഈ ട്രംപ് പറയുന്നത് ചൈനയെ തടയിടാനായിട്ട് ഇൻഡോ പസഫിക് മേഖലയിൽ കരുത്തു കൂട്ടണം. ഇൻഡോ പസഫിക് മേഖലയിലെ പ്രധാനപ്പെട്ട കക്ഷി ആരാന്ന് വെച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യയെ കൂട്ടാതെ ഇവർക്ക് ഇത് കരുത്തു കൂട്ടാൻ പറ്റില്ല. ഈ കോഡ് സഖ്യം രൂപീകരിച്ചത് തന്നെ ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ വർഷമൊന്നും ഈ കോഡ് സഖ്യത്തിന്റെ മീറ്റിംഗ് ഒന്നും നടന്നില്ല. കോഡ് സഖ്യത്തിൽ ഇപ്പോൾ ഒരു നിർജീവ അവസ്ഥയിലാണ് കോഡ് സഖ്യം നിൽക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒരു കൃത്യമായ സ്റ്റാൻഡാണ് അതിൽ എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അമേരിക്ക ഉണ്ട്, ആ കോഡ് സഖ്യത്തിലുണ്ട്. അപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഒന്ന് മാറി നിൽക്കുന്നു. ധനുഷ് നേരത്തെ പറഞ്ഞ മലാക്ക കടലിടുക്കിൽ അടക്കം നമ്മൾ നമ്മുടേതായ സൈനിക ബലം കൂട്ടുകയും നമ്മൾ അവിടെ പോർട്ട് പണിയുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യുകയും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഇത് ചൈനയും ഉണ്ട്. ചൈനയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കടലിടുക്ക്. അപ്പൊ അവിടെ ഇവര് വരുന്ന അവർക്കും താല്പര്യപ്പെടുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സേഫ് സോണിൽ നിന്ന് കളിക്കാൻ മാത്രമേ പറ്റൂ. കാരണം ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചൈനയുടെ നിലപാടെന്തെന്ന് അറിയാൻ കഴിയില്ല. ഒരുപക്ഷെ ചൈന പരോക്ഷമായിട്ടെങ്കിലും അമേരിക്ക സഹായിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ചൈന അങ്ങനെ ഒരു രാജ്യമായതുകൊണ്ട് അവരുടെ നിലനിൽപ്പിന്റെ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഇവിടുത്തെ പ്രശ്നം തീരണമെങ്കിൽ ഈ കരാർ അനുസരിച്ച് ഇത് മൗറീഷ്യസിനും നൽകിയാൽ ആ ഒരു വിഷയം നമുക്ക് ഏകദേശം പരിഹൃതമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അത് മൗറീഷ്യസിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ ആ ദ്വീപിനുള്ള കൺട്രോൾ പിന്നെ മൗറീഷ്യസിനാണ്. ഇതിപ്പോൾ കൺട്രോൾ UK-ക്കാണ്, ബ്രിട്ടനാണ് ഇതിന്റെ കൺട്രോൾ. ബ്രിട്ടൻ അമേരിക്കയും കൂടെ വെച്ചിട്ട് അവിടെ ഒരു വ്യോമത്താവളം സൈനിക താവളം ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കൺട്രോൾ മുഴുവൻ UK-ക്കാണ്. പക്ഷെ ഇത് മൗറീഷ്യസിന്റെ സ്വന്തമാണ്. ഈ ചഗോസിൻ ദ്വീപുകൾ എന്ന് പറയും, ആദിവാസികളൊക്കെ ഉള്ള ഗോത്രവാദികൾ. അപ്പൊ അത് അവർക്കുള്ളതാണ്. അപ്പം ബ്രിട്ടൻ ആ വാക്ക് പാലിച്ച് ആ കരാർ പ്രകാരം അവർക്ക് കൊടുത്താൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അത് വേറൊരു രാജ്യത്ത് തന്നെയാണ്. മൗറീഷ്യസുമായി നമുക്ക് നല്ല ബന്ധമാണ്. ഇനി മൗറീഷ്യസ് വിചാരിച്ചാൽ മാത്രമേ അപ്പോൾ എന്താകും ആക്രമണം. ഇപ്പോൾ ആ ഒരു ദ്വീപിൽ നിന്ന് പിന്നെ ഒരു ആക്രമണം ഉണ്ടാകണമെങ്കിൽ അത് മൗറീഷ്യസ് നമുക്കെതിരെ
അനുമതി കൊടുക്കണം. ഇപ്പം മൗറീഷ്യസിന് അനുമതി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പം UK കയ്യിൽ ഇരിക്കുകയാണ്, അമേരിക്കയ്ക്ക് ചെയ്യാം. മറ്റേത് അങ്ങനെയല്ല. അവരുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു വ്യോമത്താവളത്തിൽ നിന്ന് ആക്രമണം മുമ്പോട്ട് നയിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ അനുമതി വേണം. അപ്പൊ മൗറീഷ്യസിന്റെ അടുത്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇത് രമ്യതയിൽ പോകും. പക്ഷെ ഏതായാലും ട്രംപ് പറഞ്ഞതിനോട് ബ്രിട്ടൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. എന്താകും എന്നുള്ളത് അറിയില്ല. ഇപ്പോഴത്തെ ഒരു എല്ലായിടത്തും കലങ്ങി മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് ഒരു നിർണായക നിലപാടാണ്. ഏതായാലും പടക്കപ്പലുകളും മറ്റും നീക്കിയിട്ടുണ്ട്. ഇപ്പോഴീ പടക്കപ്പൽ നീക്കിയതിന്റെ ഒരു പ്രധാന ഉദ്ദേശം ഇറാൻ തന്നെയാണ്. ഇറാനെ ആക്രമിക്കുക, ഇല്ലെങ്കിൽ ഖമേനിയെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് ഇപ്പോഴീ പടക്കപ്പലൊക്കെ നീക്കിയിരിക്കുന്നത്. പക്ഷെ ഇത് ഇന്ത്യയും ചൈനയും അടക്കം റഷ്യയും അടക്കം ഉള്ള രാജ്യങ്ങൾ ഇത് ഗ്രീൻലാൻഡ് പോലെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല.